അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെല്ലാവർക്കും അൽ റയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിൻ്റെ മക്കളോടുള്ള കടമകൾ എന്ന ബൈത്തുമായിട്ടാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കൾക്ക് വാപ്പയിൽ നിന്ന് ഹക്കുകളുണ്ട്, അത് വാജിബും സുന്നത്തുമായി കിടപ്പുണ്ട്. നരകത്ത നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണേ, അതുപോലെ ഭാര്യ മക്കളെയും കാക്കണേ. ഖുർആൻ ശരീഫ് ഇത് നോക്കിയാൽ കാണുന്നതാ, അല്ലാഹു തന്നെ വിളിച്ചതിൽ പറയുന്നതാ. കൽബിൻ്റെ കനിയ മക്കളെന്ന് ഹദീസതിൽ കാണാം. അബൂ യഹ്ല റവാഹു മുസ്നദിൽ. മകനുള്ള മരണം കേട്ട് ലുക്മാനുടനടി എനിക്കുള്ള കരളും പൊട്ടിയെന്ന മറുപടി. മക്കൾ നമുക്കല്ലാഹു ചെയ്തൻ ഔദാര്യമാ, നഹ്ലെന്ന സൂറത്തോതി നോക്കിത് വ്യക്തമാ. നിനക്കിന്ന് താങ്ങും തണലുമാണവരുള്ളത്, കുഴയാത്ത കയ്യാണെപ്പോഴും കൂടുള്ളത്. അവരില്ല എങ്കിൽ അന്ന് നീ സഹായനാ, നീ ഭീമനായാൽ തന്നെയും ബലഹീനനാ. അതുമാത്രമല്ല സമർത്ഥനായൊരു കേമനാ, നീ എങ്കിലും അവരില്ല എന്നാൽ ഊമനാ. ചുരുക്കി പറഞ്ഞാൽ എത്രവൻ പിടിപാടും താങ്ങുന്നതല്ലൊരു തുള്ളി രക്തത്തോടും. മൗത്തിൻ്റെ ശേഷം നിന്റെ മേൽ അലിവോട് പ്രാർത്ഥിക്കലും ഇവരല്ലയോ റബ്ബോട്. അവർക്കുള്ള പ്രാർത്ഥനയാൽ ഫലം നിനക്കുണ്ട്, അതുകൊണ്ട് ഖബർ വിശാലമാക്കലുമുണ്ട്. പറയുന്നു ത്വാഹ സയ്യിദുൽ അദ്നാനി, ഓടാതെ നിന്നിത് കേൾക്ക് യാ ഭവാനി. സ്വന്തം തനിച്ചു വിരണ്ടു മണ്ണറക്കുള്ളിലേ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലെ. വശല്യ മക്കൾ കണ്ടടം ഒലിക്കുന്നതായി, ഒന്നവിടെ നിന്നും കൊണ്ട് കൈ ഉയർത്തുന്നതായി. എന്നാൽ നിനക്കത് കൊണ്ട് ഇനാസുള്ളതാ, അത് നിന്റെ സ്വന്തം മക്കളാൽ ലഭിക്കുന്നതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.